ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിന്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു സാധനം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ് അല്ലേ. നമ്മളിപ്പോ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആണെന്ന് പഠിച്ചു, ആയിരുന്നു എന്ന് പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വസ്തു ഉണ്ട് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നാണ്. ഇത് പലതരത്തിലുമാണ് കേട്ടോ നമ്മൾ പറയാറ്. നമുക്കൊരു വ്യക്തിക്ക് ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു രീതിയാണ്, അല്ലെങ്കിൽ ചുമ്മാ ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയാണ്. നമ്മൾ ഫസ്റ്റിൽ വാസന പഠിച്ച സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അത് വേറൊരു രീതിയാണ്. അങ്ങനെ പലതരത്തിലും നമ്മൾ ഈ ഉണ്ടായിരുന്നു എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതെങ്ങനെ പറയാം, എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ഹാവ് ഓർ ഹാസ് എന്ന് പറയുന്നത്. ഹാവ് പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യും, ഹാസ് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കുണ്ട്, ഐ ഹാവ്. അവർക്കുണ്ട്, ദേ ഹാവ്. അല്ലേ, ഞങ്ങൾക്കുണ്ട്, വി ഹാവ്. ഇങ്ങനെയാണ് പറയേണ്ടത്. അവൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഷി ഹാസ്, അവനുണ്ട് എന്ന് പറയുമ്പോൾ ഹി ഹാസ്. അതായത് സിംഗുലറും പ്ലൂറലും മനസ്സിലായല്ലോ. ഇനി എനിക്കൊരു ഫോണുണ്ട്, എങ്ങനെ പറയാ? ഐ ഹാവ് എ ഫോൺ. ഐ ഹാവ് എ ഫോൺ. എനിക്ക് 3 കുട്ടികളുണ്ട്. ഐ ഹാവ് 3 ചിൽഡ്രൻ. ഐ ഹാവ് 3 ചിൽഡ്രൻ. എനിക്കൊരു പെൺകുട്ടിയുണ്ട് എന്നിങ്ങനെ പറയാം. ഐ ഹാവ് എ ഡോട്ടർ. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. ഐ ഹാവ് 2 സൺസ്. ഇങ്ങനെ വേണം പറയാനായിട്ട്. അപ്പോൾ അത് നമുക്കുള്ള കാര്യം. പിന്നെ എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അതുപോലെ ബ്രദറുണ്ട്, സിസ്റ്ററുണ്ട്. എന്ത് പറയാൻ വേണ്ടിയിട്ടും ഐ ഹാവ് യൂസ് ചെയ്തിട്ട് എത്രയാണോ നമുക്കുള്ളത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വീടുണ്ട്, എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു പുതിയ വീടുണ്ട്. ഐ ഹാവ് എ ന്യൂ ഹൗസ്. ഇങ്ങനെ പറയാം. ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അല്ലെ, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഈറ്റൻ ഫുഡ്. ഐ ഹാവ് ഈറ്റൻ ഫുഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഹാവാസ് വരുന്ന സമയത്ത് വെർബ് V3 ഫോം സ്ട്രക്ചർ അവസാനം തരാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ വെർബിന്റെ V3 ഫോം വേണ്ടത്. അല്ലാതെ ഇപ്പൊ എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെർബ് യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന് പറയാം. ഇനി ചില സിറ്റുവേഷനിൽ ഹാഡ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിനെ നമ്മൾ വേറെ രീതിയിലും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഐ ഹാവ് ഹാഡ് ഫുഡ് എന്നൊക്കെ കാണാൻ പറ്റും. അത് വേറൊരു രീതിയാണ്. അത് നമുക്ക് പിന്നീട് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം. ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, എങ്ങനെ പറയാം? ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് തൊട്ട് സമയത്ത് ഓൺ ദ സ്പോട്ടിൽ പറയുമ്പോഴേ നമ്മൾ ഹാവ് ആസ് യൂസ് ചെയ്ത് പറയേണ്ടത്. ഐ ഹാവ് റെഡ്. ഈ റീഡിന്റെ 3 ഫോമും റെഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ V3 ആകുമ്പോൾ റെഡ് എന്ന് വായിക്കണം. അപ്പോൾ ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക്. ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ പഴം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ പഴം കഴിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാ? ഐ ഹാവ് ഈറ്റൻ ദിസ് ഫ്രൂട്ട്. ഐ ഹാവ് ഈറ്റൻ ദിസ് ഫ്രൂട്ട്. ഞാൻ ഈ പഴം കഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരാളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ അവിടെ പോയിട്ടുണ്ടോ? നീ അവിടെ പോയിട്ടുണ്ടോ? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കാൻ? നമ്മൾ പറയേണ്ടത് ഹാവ് യു ബീൻ ദർ എന്നാണ്. ഹാവ് യു ഗോൺ ദർ എന്ന് പറഞ്ഞൂടെ എന്നൊരു ഡൗട്ട് വരും. ഹാവ് യു ബീൻ ദറും ഗോൺ ദറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീൻ ദർ എന്ന് പറയുമ്പം അവിടെ പോയിട്ട് ആ ഒരു അനുഭവം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നീ ദുബായിൽ പോയിട്ടുണ്ടോ? എന്നിട്ട് ആ അനുഭവം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ബീൻ ദർ എന്ന് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഹാവ് യു ബീൻ ദർ. ഇനി ഹാവ് യു ഗോൺ ദർ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോഴും ആ ഒരു സ്ഥലത്ത് തന്നെയാണെങ്കിൽ നമുക്കവിടെ ഗോൺ ദർ എന്ന് യൂസ് ചെയ്യാം. ഇനി വളരെ വ്യക്തമായിട്ട് പിന്നീട് പറയാം കേട്ടോ. ചോദിക്കുകയാണ്, നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കുക? സിനിമയാണല്ലോ. അപ്പം ഹാവ് യു വാച്ച് ദാറ്റ് മൂവി. ഹാവ് യു വാച്ച് ദാറ്റ് മൂവി? നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയാലും ആൻസർ ആയാലും നമുക്ക് ഇത് യൂസ് ചെയ്ത് ചോദിക്കാം. ഇതിന്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഐ ഹാവ് നോട്ട്
വാച്ച്ഡ് ദാറ്റ് മൂവി. ഐ ഹാവ് നോട്ട് വാച്ച്ഡ് ദാറ്റ് മൂവി. ഇതിനെ ഷോർട്ട് ആക്കുമ്പം ഐ ഹാവിൻറ്റ് വാച്ച്ഡ് ദാറ്റ് മൂവി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു നെഗറ്റീവ് ഒക്കെ മതിയല്ലോ. ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അതുപോലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ഹാവിൻറ്റിന് നേരെ നമ്മൾ ഫസ്റ്റിൽ കൊണ്ടുവരിക, അതിന് ശേഷം സബ്ജക്റ്റ് യൂസ് ചെയ്യുക, ബാക്കി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അവൾ ഇവിടെ വന്നിട്ടുണ്ടോ ചോദിക്കുകയാണ്. അവൾ ഇവിടെ വന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യന് ആൻസർ ആക്കി പറയാം, അപ്പൊ വേഗം മനസ്സിലാവും. അവൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഈ ഹാവാസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ കുറച്ച് കീവേഡ്സുകൾ ഉണ്ടാകും. നൗ, അതുപോലെ എറ്റ്, സ്റ്റില്, പിന്നെ അതുപോലെ ഓൾറെഡി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഹാവാസിൽ യൂസ് ചെയ്യാറുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ടിറ്റോ, ഡുവോ, ഡെസ്സോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ ഹാവാസ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഹാവ്, ഹാസ്, ഹാഡ് ഇതിൻ്റെ കൂടെയാണ് എറ്റ്, സ്റ്റില്, അതുപോലെ നൗ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ആഡ് ചെയ്യാറ്. ഓക്കെ, അവൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കുക? ഹാസ് ഷീ കം ഹിയർ നൗ. ഹാസ് ഷീ കം ഹിയർ നൗ. അവൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം? അവൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിലോ ഷി ഹാസ് കം. ഷി ഹാസ് കം, അവൾ വന്നിട്ടുണ്ട്. ഷി ഹാസ് കം ഹിയർ, അവൾ ഇവിടെ വന്നിട്ടുണ്ട്. ഷി ഹാസ് കം ഹിയർ നൗ, അവൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് പറയാം. അവൾക്ക് കാറുണ്ടോ? അവൾക്ക് കാറുണ്ടോ? പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയാണ്. അവൾക്ക് കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? അവൾക്കൊരു വസ്തു ഉണ്ടോ എന്നാണല്ലേ. ഹാസ് ഷീ എ കാർ. ഹാസ് ഷീ എ കാർ, അവൾക്ക് കാറുണ്ടോ? അപ്പോ നമ്മൾ പറയാണ് അവൾക്ക് കാറില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, അവൾക്ക് കാറ് ഇല്ല. നമ്മൾ ഹാവിൽ പറഞ്ഞത് എന്താണ്? ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ് നോട്ട് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ഹാസിന്റെ സിറ്റുവേഷനിൽ, അതായത് സിംഗിൾ സബ്ജക്റ്റിൽ ഒരു കാര്യം ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം? ഇവിടെ നമ്മൾ ഹാസ് നോട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹാസ് നോ എ കാർ. ഷി ഹാസ് നോ എ കാർ. ഹാസ് നോ എ ബൈക്ക്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹി ഡസൻറ്റ് ഹാവ് എ ബൈക്ക്. ഷി ഡസൻറ്റ് ഹാവ് എ കാർ. ഇങ്ങനെയും പറയാം. ഓക്കെ, ഇനി ഒരു സിംഗുലർ സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവൾ ഇവിടെ വന്നിട്ടില്ല, അവൻ ഇവിടെ വന്നിട്ടില്ല, അരുൺ ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെ പറയുകയാണെങ്കിലോ ഷി ഹാസൻറ്റ് കം ഹിയർ. ഷി ഹാസൻറ്റ് കം ഹിയർ. ഹി ഹാസൻറ്റ് കം ഹിയർ. അരുൺ ഹാസൻറ്റ് കം ഹിയർ. ഇങ്ങനെ പറയണം. അവിടെ നമ്മൾ ഹാസ് നോ അല്ല യൂസ് ചെയ്യേണ്ടത്, ഹാസിൻ്റെ. ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് ഒരു വ്യക്തി, അതായത് സിംഗുലർ വ്യക്തി പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഹാസ് നോട്ട് യൂസ് ചെയ്യുക. അതെല്ലാം ഒരു സിംഗുലർ സബ്ജക്റ്റിന് ഒരു വസ്തു ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഹാസ് നോ എന്ന് യൂസ് ചെയ്യുക. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. അവൾക്ക് ഒരു സഹോദരൻ ഇല്ല. അവൾക്കൊരു സഹോദരൻ ഇല്ല. രാജു ഇതുവരെ ഉറങ്ങിയിട്ടില്ല. രാജു ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്നെങ്ങനെ പറയും എന്നുള്ള ഈ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പറയണം. രണ്ടും സിംഗുലർ സബ്ജക്റ്റ് ആണ് തന്നിട്ടുള്ളത്. കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഞാൻ സിംഗുലർ സബ്ജക്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ സംശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഈ സെന്റൻസുകളും കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്ന? സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് വലിയ വലിയ സെന്റൻസുകളും അതുപോലെ സംസാരിച്ച് ശീലിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ റിഷൂസ് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. അതിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പം ഇത് വളരെ സിമ്പിളായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു.